ശരീരത്തിൻ്റെ ഓക്കെ ശരി കാണിച്ചു തരാം. അങ്ങനെ വന്ന് ഈ ചെയ്യുന്നതിനിടയിൽ ഡിസ്ട്രിക്ട് സെലക്ഷൻ കിട്ടി, എനിക്ക് കേരള സ്റ്റേറ്റിൻ്റെ സെലക്ഷൻ കിട്ടി, പിന്നെ നാഷണലിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടി, സ്റ്റേറ്റിൽ. ഇതെല്ലാം ഈ യോഗയിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ അതിൻ്റെ കുറച്ചും കൂടി ആധികാരികമായി പഠിക്കുന്നത് വെച്ചാൽ ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് യോഗയുണ്ട് നെയ്യാർ. അവിടെ പോയിരുന്നു. 150 ഫോറിനേഴ്സും 20 ഇന്ത്യൻസും അതിലെനിക്ക് ചാൻസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പഠിച്ച് ഡിപ്ലോമയും മറ്റുള്ള ഇതെല്ലാം എടുത്ത് പോരുകയും ചെയ്തു. ഇവിടെ വന്നപ്പോൾ ഞാനിവിടെ മലബാർ ഗോൾഡിൽ ജോലി ചെയ്യുന്ന സമയം എനിക്ക് ആഗ്രഹം എല്ലാവർക്കും ഇതൊന്ന് പറഞ്ഞു കൊടുത്താൽ എന്താണെന്നുള്ളത് വെച്ചാൽ ഞാൻ മുരളി മാഷ അപ്രോച്ച് ചെയ്ത് എനിക്ക് ഫ്രീ ആയിട്ട് സ്ഥലം തരുമോ, കുറച്ച് യോഗ ഉണ്ട്. മാഷ അതിന് വിരോധമില്ല, വളരെ സന്മനസ്സോടെ ഈ സ്ഥലം എനിക്ക് കിട്ടുക. രാവിലെ മാഷൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ക്ലാസ് 6 മണിക്ക് തുടങ്ങും. ഏകദേശം 200ഓളം പേര് നിങ്ങൾ വിശ്വസിക്കില്ല ഈ ചുറ്റുപാടുള്ള പല ഡോക്ടേഴ്സും കടയുടെ ഓണേഴ്സും അങ്ങനെയുള്ള പല ലേഡീസ് ആൻഡ് ജെൻസ് ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നു. 2 കൊല്ലത്തോളം നിങ്ങൾ തുടങ്ങും. പലർക്കും പല ഗുണങ്ങളുണ്ടായി. അതിലിപ്പോൾ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്ന ചില ഡോക്ടർ നിസാർ പാർമിലുള്ള ഞാനിപ്പോൾ വരുമ്പഴിയുണ്ട്. അദ്ദേഹം ഇപ്പോഴും യോഗ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബ്രദർ അവരെല്ലാം ഇപ്പോഴും വീട്ടിൽ തന്നെ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് ചെയ്തവരാരും അത് നിർത്തിയിട്ടില്ല. സ്വയം ഇവിടെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി അവർ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അതിൻ്റെ ഫലം അവർക്ക് അനുഭവപ്പെട്ടുണ്ട്. അപ്പോൾ നമ്മളധികം പറഞ്ഞ് നീട്ടി പോകുന്നില്ല. എങ്കിലും ഞാൻ പൊസിഷൻ വലത് കാലം സ്വല്പം ഉയർത്തി ടോയിൽ നിന്നുകൊണ്ട് ഇടത് കാലം ഒപ്പം കൊണ്ടുവരും. ഇപ്പോൾ ശ്വാസം നോർമൽ ബ്രീത്തിന് കൊണ്ടുവരും. ഇനി ശ്വാസം വിടുന്നത് ആദ്യം കാല് മുട്ടിക്കുന്നു. ഇത് 6ാമത്തെ പൊസിഷൻ അഷ്ടാംഗ നമസ്കാരം. കൈമുട്ടുകൾ പതുക്കെ ബെൻഡ് ചെയ്ത് ബട്ടക്കൽപ്പ് ഉയർന്നു നിൽക്കണം. നെറ്റിയും ചെസ്റ്റും താഴെ മുട്ടുന്നു. ഇത് അഷ്ടാംഗ നമസ്കാരം. ഇനി ഇവിടെ നടത്തുന്നത് ഭുജംഗാസനം 7ാമത്തെ. ബോഡി പതുക്കെ മേലോട്ട് ഉയർത്തുക. കൈ പൂർണ്ണമായിട്ട് സ്ട്രെച്ച് ചെയ്യേണ്ട. മേലോട്ട് 8ാമത്തെ പൊസിഷൻ 12ാമത്തെ ശ്വാസം. ഇത്രയാണ്. മുന്നോട്ടേക്ക് എത്തിക്കാനും പറ്റില്ല. അവിടെ പിന്നെ വീണ്ടും ഇതിനൊക്കെ പ്രാണായാമങ്ങളാണ്. 2 3 4 ഉണ്ടാവും. എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വലതുഭാഗത്തെ ചെയ്യാം. എക്സസൈസ് തീരെപ്പെടുന്നോട്ടെ. എത്രത്തോളം താഴ്ത്തി പോകാൻ പറ്റും അത്രത്തോളം പോകട്ടെ. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യണം. കൈ എല്ലാവരും തെരിഞ്ഞു നോക്കാം. മുകളിൽ തന്നെ തെരിഞ്ഞു നോക്കി. ഓക്കെ. ഇനി അവിടെ ശ്വാസത്തിന് മേലെ പോകണം. പിന്നെ സെക്കൻഡ്